ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ ഒരുങ്ങിയിട്ട് എന്നല്ലേ. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ലുക്കാണ് കേട്ടോ. ഈ ഒരു ലുക്ക് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ഒരു കിറ്റാണ് കേട്ടോ. കണ്ടോ, എൻ വൈബയുടെ ഓൾ ഐ നീഡ് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് കിറ്റാണ്. ഈ കിറ്റിൽ വരുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. യെസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്തതെന്ന് കാണാം. അതിന് മുൻപേ ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് ചെറിയൊരു എന്താ പറയുക, മേക്കപ്പ് കിറ്റ് സെറ്റപ്പാണ്. നമുക്ക് കയ്യിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തൊക്കെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കുഞ്ഞ് കിറ്റ് ആയിട്ടാണ് ഈ ഒരു മേക്കപ്പ് കിറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. പ്രൈമർ വരുന്നുണ്ട്, BB ക്രീം വരുന്നുണ്ട്, പിന്നെ കോമ്പാക്ട് പൗഡർ വരുന്നുണ്ട്, പിന്നെ അതേപോലെ നല്ലൊരു ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട്, പിന്നെ ഇത് വരുന്നത് ഒരു ബ്ലഷാണ്. കണ്ടോ, നല്ലൊരു അടിപൊളി ബ്ലഷ് വരുന്നുണ്ട്, പിന്നെ മസ്കാര, ഒരു കൺമഷി, പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഈ ഒരു കിറ്റിൽ വരുന്നത്. ഇതിൽ പറയുന്ന സ്റ്റെപ്പുകൾ അതേപോലെ ഫോളോ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻ വൈബയുടെ ഓൾ ഐ നീഡ് മേക്കപ്പ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് പ്രൈമർ പെർഫെക്ഷൻ ആണ്. ഞാനതിൻ്റെ സീലിംഗ് ഇപ്പോഴാണ് പൊളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് അപ്ലൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം അപ്ലൈ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നത്. CTM ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ പ്രൈമർ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മളായിട്ട് ഫേസിലിടുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മുടെ ഫേസ് നന്നായിട്ടൊരു സോഫ്റ്റ് ആയതുപോലെ നല്ല സ്മൂത്തായ ഒരു ബേസ് കിട്ടാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പ്രൈമർ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമായി. നമ്മളിങ്ങനെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ മുഖം തൊടുന്ന സമയത്തെ അത് അത്രയ്ക്ക് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു BB ക്രീം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലോ അപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് BB ക്രീമാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന ആ ഒരു സംഭവം പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാകും. ഇത് വളരെയധികം ക്രീമി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ വന്നിട്ടുള്ള BB ക്രീം എന്ന് പറയുന്നത്. ആക്ച്വലി കുഴപ്പമില്ല, എൻ്റെ സെയിം ഒരു സ്കിൻ ടോണുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ഒരു BB ക്രീം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്ക് തരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഫേസിൽ ഇട്ടപ്പോൾ തന്നെ നമുക്ക് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു വൈറ്റ് കളർ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുന്ന സമയത്ത് അത് നമ്മുടെ സ്കിൻ ടോണുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ BB ക്രീം എന്ന് പറയുന്നത്. സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഫേസിലിടുന്ന അതേ സംഭവം നമ്മൾ നെക്കിലേക്കും അതേപോലെ ചെവിയിലേക്കും ആക്കി കൊടുക്കുന്നത് നന്നായിരിക്കാം. അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് സമയം കൂടി കഴിയുന്ന സമയത്ത് അത് നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡായി പോകുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പ്രൈമർ ഫേസിലും നെക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെവി കണ്ടോ, ചെവി വേറൊരു നിറത്തിലും അതേപോലെ ഫേസ് വേറൊരു നിറത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഫേസിലും നെക്കിലും കവർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ CTM ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ചെവി കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്പഞ്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. ഞാൻ കൈ വെച്ചിട്ട് തന്നെ ചെയ്തത്. ഓക്കെ, ഇനി തേർഡായിട്ട് നമ്മൾ ചെയ്യുന്നത് കോമ്പാക്ട് പൗഡർ
ഇടുകയാണ്. ഓക്കെ, ഇതാണ് കോമ്പാക്ട് പൗഡറിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതും എനിക്ക് നന്നായിട്ട് തന്നെ സ്കിന്നിന് ചേരുന്നുണ്ട്. പിന്നെ ഇത് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ഫേസ് മൊത്തത്തിൽ ഇടണമെങ്കിൽ ഇടാം. എനിക്ക് എൻ്റെ ടീ സോണിൽ നന്നായിട്ട് തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് അത് കാരണം. അപ്പോൾ അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണുണ്ട്. പിന്നെ അതേപോലെ എപ്പോഴും പറയുന്ന പോലെ നെക്കിലും അതേപോലെ ചെവി ഒന്ന് കവർ ചെയ്യുന്നത് നന്നായിരിക്കാം. പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കാം. ഓക്കെ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ബ്ലഷ് പോപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, അതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. നല്ല എനിക്ക് നക്കാൻ തോന്നുക ഗൈസ്, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ വിരൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് ബ്ലഷ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മൂക്കിൽ അതേപോലെ കവിളിൻ്റെ 2 ഭാഗത്തും പിന്നെ ചുണ്ടിന് താടിയുടെ ആ ഒരു ഭാഗത്തും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് വിരൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി കൂടി ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഒരു 2-3 തുള്ളിയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടേ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫേസ് ആണെങ്കിൽ നമ്മുടെ മൂഡിനെ വരെ നല്ല അടിപൊളിയാക്കും കേട്ടോ. കാരണം ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് അങ്ങനെയാണ്, ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണ്. ഇങ്ങനെ തന്നെ ഫിനിഷിങ് ഉള്ളതുപോലെ തോന്നില്ലേ നിങ്ങൾക്ക്? ഇതെന്നെ അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മൾ 4ാമതായിട്ട് അല്ല 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് കണ്ണെഴുതാം ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാജൽ ഡെഫിനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ലൈനറാണ് നമ്മുടെ കൺമഷി. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ബോൾഡ് ആയിട്ടുള്ളൊരു ലുക്ക് തരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മളിനി 6th സ്റ്റെപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ലവ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവാം. ഒരു ചോക്ലേറ്റ് കളറല്ല, അതിൻ്റെ കൂടെ ഒരു ബ്രൗണിൻ്റെ കൂടെ ഒരു ഓറഞ്ച് കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല കളറായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ലും അടിപൊളി ഗുഡ് സ്മെല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നതിന് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യൂടെ, അതേപോലെ ഒന്ന് ഇത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ലൈൻ പോലെ ചെയ്തിട്ട് ഞാൻ മൊത്തത്തിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇട്ടിടുന്നത്. ഒറ്റ പ്രാവശ്യം നമ്മൾ ഇട്ടാൽ മതി, അപ്പോഴേക്ക് തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെയും ഇടണമെന്നില്ല, ഒറ്റ തവണ നമ്മൾ അങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു എഫക്റ്റാണ്, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു ഷെയ്ഡ്, ഒരു ഓറഞ്ച് കലർന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ, സ്മെല്ലും സൂപ്പറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ 7th സ്റ്റെപ്പായിട്ട് മസ്കാര ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. മാജിക് മസ്കാരയാണ് കേട്ടോ. മസ്കാര മാജിക് എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാഷസിൽ മസ്കാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫൈനൽ ടച്ച് ഓഫ് ഡ്രാമ, അതാണ് ഈ മസ്കാര എന്ന് പറയുന്നത്. അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഫറൻസ് മനസ്സിലാകും. ഒരു കണ്ണിൽ മസ്കാര ഇട്ടിട്ടും ഒരു കണ്ണിൽ മസ്കാര ഇടാതെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ണിൻ്റെ വ്യത്യാസം എന്താ. മസ്കാര ഇടുന്ന കണ്ണെപ്പോഴും നല്ല വിടർന്ന് ഭംഗിയായിട്ടിരിക്കും, മറ്റേത് എപ്പോഴും കുഞ്ഞായിട്ടിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ 8th സ്റ്റെപ്പായിട്ട് സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ലോക്ക്ഡൗൺ ആണ് കേട്ടോ. സെറ്റിംഗ് സ്പ്രേ ലോക്ക്ഡൗൺ എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ട്. അത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ലുക്കിനെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാമല്ലോ സെറ്റിംഗ് സ്പ്രേ അടിക്കുന്നത്. അപ്പോൾ ഫേസിൽ കണ്ണിലൊന്നും ആവാതെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാ നമ്മൾ ലുക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ധാവണി ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള സംഭവമാണ് കേട്ടോ. ഏകദേശം ഒരു 17-18 വയസ്സ് സമയത്തുള്ള ധാവണിയാണ്, പഴയ മോഡൽ ധാവണിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി കമ്മലൊക്കെ ഇട്ടു. ചന്ദനമൊക്കെ തിരഞ്ഞു വന്നപ്പോൾ സമയത്ത് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ പകരം ഞാൻ എൻ്റെ കയ്യിലെ ഫൗണ്ടേഷനും എൻ്റെ കയ്യിലുള്ള നമ്മുടെ എൻവൈബയുടെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, അടിപൊളി സ്മെല്ലാണ് ഗൈസ്. അതും കൂടി വെച്ചിട്ട് ഞാൻ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് കിറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള മേക്കപ്പ് ലുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എൻവൈബയുടെ ഓൾ ഐ നീഡ് എന്ന് പറയുന്ന മേക്കപ്പ് കിറ്റിൻ്റെ സെറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. ബൈ.